ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. യൂഷ്വലി ഒരു വാഹന നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനി എന്ന് പറഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് മറ്റേതെങ്കിലും ഒരു കമ്പനിയായിട്ട് ടൈപ്പോ കൊളാബറേഷനോ പാർട്ട്ണർഷിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മുടെ നിസാൻ റെനോ അതുപോലെ മിറ്റ്സുബിഷി അത് ഒരു കൊളാബറേഷൻ അലയൻസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സുസുക്കി ടൊയോട്ടോ ഒരു എക്സാമ്പിളായിട്ട് പറയാം. റെനോ നിസാൻ മാത്രം ഇവിടത്തെ കേസിൽ എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ ഫോക്സ്വാഗൻ്റെ താഴെ വരുന്ന കമ്പനികൾ നമുക്ക് പറയാം. പിന്നെ അവർ വാങ്ങിയതാണ്, അത് കൊളാബറേഷൻ എന്നല്ല. അങ്ങനെയും വേറെ കമ്പനികളുണ്ട്. ഓരോരോ കമ്പനികൾ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ അവരുടെ പോർട്ട്ഫോളിയോ കൂട്ടിക്കൂട്ടി വരുന്നത്. അതിനുണ്ടല്ലോ ഫോക്സ്വാഗന് കുറേ കമ്പനികളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ. പിന്നെ സ്റ്റെലാനസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു വലിയ ഗ്രൂപ്പേ ഉണ്ട്. അതിനുണ്ടല്ലോ ഒരുപാട് കമ്പനീസ് ഉണ്ട്. എന്തായാലും ഇതിലൊന്നും പെടാതെ ഇത്രയും കാലം നമുക്ക് വേണ്ട വണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു കമ്പനിയായിരുന്നു ഹോണ്ട. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ ഇലക്ട്രിക് വണ്ടികളൊക്കെ വന്നപ്പോഴേക്കും പിന്നെ ഹൈബ്രിഡ് വന്നു. ഹൈബ്രിഡ് പിന്നെ ഹോണ്ടയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഒരുപാട് വണ്ടികളും ഒരുപാട് കോസ്റ്റും നമ്മുടെ മറ്റേ R&Dയുടെ കോസ്റ്റ്, പിന്നെ ഓരോ മാർക്കറ്റ്സിൽ അവർക്ക് വരുന്ന ലോസ്, EV ഉണ്ടാക്കാൻ ഡെവലപ്മെൻറ്റിൻ്റെ കോസ്റ്റ്, അതെല്ലാം കൊണ്ട് നഷ്ടമായതിൻ്റെ നഷ്ടം എല്ലാം കൂടെ വന്നിട്ട് ഹോണ്ടയ്ക്ക് കംപ്ലീറ്റ് പണിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് തന്നെ ഉണ്ടാക്കാം എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് മാറി നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് നോക്കിയാലോ എന്നുള്ള ഒരു പോയിന്റിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആൻഡ് ടൈപ്പ് ചെയ്യാൻ പോകുന്നവർ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്ന മറ്റാരുമായിട്ടല്ല, നമ്മുടെ ഇവിടെയുള്ള ടാറ്റ ടെക്നോളജീസുമായിട്ടാണ്. ടാറ്റയായിട്ട് ഇങ്ങനെ കുറേ കമ്പനികൾ കൊളാബറേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഇടയ്ക്ക് ഇങ്ങനെ ന്യൂസ് വരാറുണ്ടായിരുന്നു. ആൻഡ് ഇത് ഹോണ്ട ആക്ച്വലി ഇവരുടെ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഡെവലപ്മെൻറ്റ് ഇവർക്ക്, അതായത് ടാറ്റ ടെക്നോളജീസിന് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ഡെവലപ്പിംഗ് മാർക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ആൻഡ് ഇത് നമ്മുടെ അതായത് ഏഷ്യ ആ ഒരു ഏരിയസിലേക്കായിരിക്കും ഇവർ ഈ വണ്ടികളെല്ലാം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. ആൻഡ് ഇത് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പം നമുക്ക് ഹൈബ്രിഡ് ആയിക്കോട്ടെ അതുപോലെ ഇലക്ട്രിക് ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് വരുന്നത്. ഹോണ്ടയ്ക്ക് ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചധികം വണ്ടികൾ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പം അവർക്കിപ്പോൾ വയബിൾ ആണെന്ന് തോന്നുന്നില്ല. അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ സീറോ സലൂൺ, പിന്നെ സീറോ ആൽഫ, അതുപോലെ ഹോണ്ട സീറോ SUV എന്നൊക്കെ പറഞ്ഞിട്ടില്ല, സീറോ സീരീസിലുള്ള ഒരു കോൺസെപ്റ്റ് വണ്ടികൾ അവരുടെ ലൈനപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ ഹോണ്ട ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഗ്ലോബൽ സീരീസ് ഓഫ് ഇലക്ട്രിക് വണ്ടികളായിട്ട് കാണിച്ചാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്താണെങ്കിലും അതിപ്പോൾ ഒരു പുതിയ കാര്യമല്ലല്ലോ. പുതിയ മിക്ക വണ്ടികളുടെയും മിക്ക കമ്പനികളുടെയും ഡിസൈൻ വരുന്നത് ഇച്ചിരി വിയേർഡാണെങ്കിൽ ഇപ്പോൾ ആദ്യം കാണുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എന്തൊക്കെയായാലും അങ്ങനത്തെ ഒരു ലൈനപ്പ് അവർ കാണിച്ചു. ആൻഡ് അത് മെയിൻ ടാർഗറ്റാക്കി അവർ വെച്ചിരുന്ന നോർത്ത് അമേരിക്കൻ മാർക്കറ്റ്സ് ആയിരുന്നു. അതായത് നോർത്ത് അമേരിക്കൻ കൺട്രി ആയിരുന്നു. അതിൻ്റെ അകത്ത് അവർക്ക് അത്യാവശ്യം നല്ലൊരു പൊട്ടൻഷ്യൽ അവർ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ഗ്ലോബലി ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസ് മൊത്തത്തിലൊന്ന് ഡിപ്പാവുകയും ഈ ഇലക്ട്രിക് വണ്ടികൾ ഡെവലപ്മെൻ്റ് എല്ലാം ബാക്കി കമ്പനികൾ പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും, പിന്നെ സെയിൽസ് മൊത്തത്തിൽ അങ്ങോട്ട് കുറയുകയും ചെയ്ത്. അതുകൊണ്ട് ഹോണ്ടയ്ക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായി നമ്മളിത് 2027 കൊണ്ട് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഉണ്ടാക്കിയാലും ഇത് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ കുറച്ചധികം കാലം എടുക്കും. അവർ കുറച്ചധികം കാലം പണിയെടുക്കേണ്ടി വരും. ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ലെന്നും വരും. ആദ്യത്തെ കുറച്ച് കാലങ്ങളിൽ ഒരുപാട് ലോസും വരും. അപ്പോൾ പിന്നെ അത്രയും കഷ്ടപ്പെട്ട് നമ്മളിത് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ ഒരു സംഭവം മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്ത്. ആൻഡ് ഇനി അതിന് പകരം നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയും അവർ 2030 എന്തോ 4 വണ്ടികൾ കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2028 ഇതിൻ്റെ ഒരു പരിപാടി ഒരു മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ടാറ്റ ടെക്നോളജീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം വരാൻ പോകുന്നു 2028 ഇതിൻ്റെ അകത്ത് നമുക്ക് സബ്ഫോമീറ്റർ വണ്ടികളും അതുപോലെ മിഡ് സൈസ് വണ്ടികളൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര വലിയ വണ്ടികൾ ഈ പ്ലാറ്റ്ഫോമിൽ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇന്ത്യക്ക് വേണ്ടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് എന്നൊരു രീതി പറയാം. പക്ഷേ ഗ്ലോബലി ഇപ്പോൾ ബാക്കിയുള്ള ഏഷ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, മേ ബി ആഫ്രിക്കൻ കൺട്രീസ്, അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇത് പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് നോർത്ത് അമേരിക്കൻ മാർക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റ് പ്ലാറ്റ്ഫോം അല്ല. കാരണം അത്രയും വലിയ വണ്ടികൾ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഇനി ഇതൊന്നും അല്ലാതെ ഹോണ്ട ഇന്ത്യക്ക് വേണ്ടി മാത്രം വേറൊരു ഇലക്ട്രിക് വണ്ടി, ഒരു 3 കോൺസെപ്റ്റ് വണ്ടികളായിരുന്നു ആ സമയത്ത് കാണിച്ചിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ കേസിൽ അതായത് ഹോണ്ട സീറോ ആൽഫ ഉണ്ടായിരുന്നു, പിന്നെ സീറോ സലൂണും സീറോ SUV ഉണ്ടായിരുന്നു. ഇതിൽ സീറോ സലൂണും സീറോ SUV മാത്രമാണ് അവർ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞിരുന്ന സീറോ ആൽഫ എന്ന് പറഞ്ഞ വണ്ടി ഇപ്പോഴും നിലവിൽ ഡെവലപ്മെൻറ്റിലുണ്ട്. ഇതും ഏകദേശം 2028 വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ വണ്ടി ക്യാൻസൽ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ടാറ്റ ഇതിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ ന്യൂസ് നമുക്ക് ഇതുവരെ കണക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇനി ഈ വണ്ടിക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് ടാറ്റ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിരിക്കും. കാരണം ഇതവർ ഇന്ത്യക്ക് വേണ്ടി ഇറക്കുന്നു എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു. ഇതിൻ്റെയും ഡിസൈനൊക്കെ ഒരു ഇത്തിരി വിയേർഡാണ്. പക്ഷേ അഗെയിൻ അതിപ്പോൾ ഇലക്ട്രിക് വണ്ടികളാകുമ്പോഴേക്കും ഇത് പ്യൂർ EV ആണ്. ഇതിനകത്ത് ഹൈബ്രിഡ് സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കെന്തായാലും അത് കണ്ടറിയാം. ഈ വണ്ടി ഏതായാലും ഇന്ത്യക്ക് വേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ്. ഇനി ഇവരിങ്ങനെ ഒരു കൊളാബറേഷനിലേക്ക് എത്തിയതിൻ്റെ റീസൺ പറഞ്ഞുതരാം. 2027 ആകുമ്പോഴേക്കും ഇവർ ഈവൻ ദോ വണ്ടികൾ ഡെവലപ്പ് ചെയ്താൽ കോസ്റ്റ്, അതായത് നഷ്ടം വരും എന്നുള്ളൊരു കാൽക്കുലേഷൻ എത്തിയെങ്കിലും വണ്ടികൾ ക്യാൻസൽ ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞ 2 വണ്ടികളുണ്ടല്ലോ, അത് ക്യാൻസൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ടും ഇവർക്ക് $3.3 ബില്യൺ അടുത്ത് കംപ്ലീറ്റ് നഷ്ടം വരുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കൂടെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഓരോരോ സ്ഥലത്തുള്ള അവരുടെ കീ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വണ്ടികൾ ഇറക്കാൻ ഓർ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ട്രിപ്പിൾ ഹാഫ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സ്ട്രാറ്റജിയും ഹോണ്ട ഇതിലൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് അവർ നേരത്തെ ഉണ്ടായിരുന്ന 2025 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വണ്ടികളുടെ ഡെവലപ്മെൻറ്റ് ടൈം, കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം 50% കുറയ്ക്കുക എന്നുള്ളത്.
അതിന് ക്വാളിറ്റി കോംപ്രമൈസ് ആവുമോ അല്ലെങ്കിൽ വണ്ടിയുടെ റിലയബിലിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, അതൊക്കെ നമ്മൾ അഗൈൻ കണ്ടറിയേണ്ടി വരും. പക്ഷേ ഹോണ്ട ആയതുകൊണ്ട് എനിക്ക് സാധ്യത കുറവാണ്. അതിനുള്ളൊരു മിനിമം മര്യാദ ഓർ എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യേണ്ടതാണല്ലോ. പിന്നെ ഇപ്പോൾ കുറേ കമ്പനികൾ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു, അതല്ലാതെ JSW ആയിട്ട് ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ഇങ്ങനെ ഇന്നോ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊളാബറേറ്റ് ചെയ്യുക. അവർ ചെറിയുടെ കുറച്ച് വണ്ടികൾ ഇവിടെ സ്വന്തം പേരിൽ ഇറക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജെയ്ക്കോ J5 ഉണ്ട്, പിന്നെ ജെറ്റോർ T2, ഐക്കാർ V27 എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 വണ്ടികളും അവരുടേതായിട്ടുള്ള വേർഷൻസ് ആയിട്ട് ഇറക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫോക്സ് വാഗൺ ഗ്രൂപ്പ് ഇപ്പം 51:49% JSWന് ഒരു പാർട്ട്ണർഷിപ്പായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് കൺഫേം ആയിട്ടില്ല, പക്ഷേ അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ്. പിന്നെ അതല്ലാതെ MG ഉണ്ട്. ഇവരിങ്ങനെ കംപ്ലീറ്റ് എല്ലായിടത്തും പോയിട്ട് വണ്ടികളും കമ്പനികളും എല്ലാം കൂടെ വാങ്ങിയിട്ട് ഇവിടെ വലിയൊരു സംഭവം അധികം വൈകാതെ തുടങ്ങുമെന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണ് ഇവരുടെ പോക്ക്. എനിവേ ഹോണ്ടയുടെ കേസിൽ നിന്ന് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ കണ്ടറിയാം. മൊത്തത്തിൽ അവർ പ്ലാനെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഹോണ്ട ഒന്നുമില്ല ഇപ്പോഴത്തെ ഹോണ്ട. പണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻസ് ഉണ്ടാക്കുന്ന കമ്പനി എന്നായിരുന്നു ഒരു കാലത്ത് ഹോണ്ട അറിയപ്പെട്ടിരുന്നത്, പ്രത്യേകിച്ച് പെട്രോൾ എഞ്ചിൻസ്. ആ സമയത്ത് വീട്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ എന്തായാലും എല്ലാം പോയി. ഇലക്ട്രിക് വണ്ടികളും പിന്നെ ഹൈബ്രിഡ് സാധനങ്ങളൊക്കെ വന്നപ്പോഴേക്കും അവരുടെ ആ ഒരു സ്പെഷ്യാലിറ്റി അങ്ങ് പോയി, പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടികൾ. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രൊഡക്ട്സ് വേണമെങ്കിൽ സെയിലൊക്കെ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റൈലിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.